എന്ത് ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണെന്ന് അറിയാതെ കണ്ടു നിൽക്കാൻ തന്നെ കൊതിയാകുന്നു. അതേന്ന്, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഒന്നുമില്ല, നീ പറഞ്ഞ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ കരുതിയാലും ഇല്ലെങ്കിലും ഇത് ഇവന്റെ പ്രണയകഥയല്ല. ഇരുപത്തഞ്ചുള്ളൂ. ചെത്ത് ഷർട്ട്, ടച്ച് ഫോണ്, അവൻ്റെ കയ്യിലാണ് 25 രൂപ. ഇതിനാണ് ഈ പേഴ്സോട്ടാ നടക്കുന്നത്. നീ വേറെ വല്ലതും തടഞ്ഞാലായി. മയില ഒന്നുമില്ലേ? കൊള്ളാം, കതറിട്ട മാന്യൻ. ആഹാ, കക്ഷത്തില് ഭാഗ്യം. നൈസ്. காசு பணம் துட்டு மணி மணி, காசு பணம் துட்டு മണി മണി, കാസു പണം തുട്ടു മണി മണി. ഈ അഡ്രസ് എന്ന് പറയോ? ഇത് എന്റെ പാശ്രീകത മുത്തപ്പ, ഏതവനാണോ അടിച്ചോണ്ട് വന്ന കാശൊന്നും എണ്ണി നോക്കിയിട്ട് പോലുമില്ല. അതിനു മുമ്പ് പന്നി. ദൈവമേ,
ഇന്നത്തെ കണി എന്ത് തേങ്ങയാണോ എന്തോ. എടാ എന്തൊക്കെ പറഞ്ഞാലും ആളൊരു തിരക്കല്ലേട്ടാ. അതെ, ആ ഭാഗത്തല്ലേ ആളുടെ വീട്. എടാ നോക്കിയടാ, ഒരാളിന്ന് കരയുന്നു. ചെന്ന് നോക്കടാ. എന്തായിട്ട് എങ്ങനെ ഇരിക്കണേ? ഏതോരുത്തൻ എന്റെ കാശ് മോഷ്ടിച്ചോണ്ട് പോയി. ചേട്ടാ, ആളുടെ മുഖവുമുണ്ട്. അയാളുടെ മുഖം ഓർമ്മയില്ല, പക്ഷെ അയാളുടെ നീല കളർ ഷർട്ടാ ഇട്ടിരുന്നത്. അയ്യോ ചേട്ടാ, ഷർട്ടിന്റെ കളർ നോക്കി എങ്ങനെ ആളെ കണ്ടുപിടിക്കുക? എന്റെ പെങ്ങളുടെ ചികിത്സക്കുള്ള കാശായിരുന്നു അതില്. മറ്റന്നാളെ അവിടെ ഓപ്പറേഷനാ. ചേട്ടാ, പോലീസ് വിവരം അറിയിക്കുന്നുണ്ടോ? നല്ലത് സംഘപ്പണ്ടിക്ക്. എന്റെ പെങ്ങളുടെ ഓപ്പറേഷന്റെ കാര്യം ആലോചിക്കുമ്പോളാ. ചേട്ടാ, ധൈര്യമായിട്ടിരിക്കി, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. നമുക്കിപ്പോ പോയാലടാ. ചേട്ടാ, ഇതേ ആ ഭാഗത്തട്ടാ പോലീസ് സ്റ്റേഷൻ. പോലടാ അല്ലേ? പോട്ടെ. ഇതൊക്കെ പുലിവാലാടാ. ഇട്ടേക്ക്. എൻ്റെ പേര് ഫൈസൽ. സ്വന്തം എന്ന് പറയാനായിട്ട് എനിക്കൊരു ഉമ്മ മാത്രമേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ട ഒരു ഉമ്മ എന്നെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ. പക്ഷെ പെട്ടെന്നൊരു ദീനം വന്ന് ഒരു ഉമ്മ കിടപ്പിലെ കിടപ്പാടം വരെ വിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ ചികിത്സിപ്പിച്ചു. പക്ഷെ ഡോക്ടർ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ വേറൊരു വഴി ഉണ്ടായില്ല. അതുകൊണ്ടാ. പക്ഷെ ഞാൻ ഈ കാശുമായി അവിടെ ചെന്നപ്പോഴേക്ക് എൻ്റെ ഉമ്മ ചികിത്സിക്കാൻ പണമില്ലാണ്ട എൻ്റെ ഉമ്മ മരിച്ചത്. ഇങ്ങനൊരു അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവരുത്. ചികിത്സിക്കാൻ പണമില്ലാണ്ട ചുമ്മാ മരിച്ചു. ഇങ്ങനൊരു അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവരുത്. എന്റെ പെങ്ങളുടെ ചികിത്സക്കുള്ള കാശായിരുന്നു. മറ്റന്നാളെ അവിടെ ഓപ്പറേഷൻ.
കള്ളന്റെ ഭാഷയെ പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ജീവിതത്തിൽ ആദ്യമായി ഞാനും ചെയ്തു. കട്ടമുറ തിരിച്ചു കൊടുത്തു. ഇത്രയും കാലം വെറു ഹരത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ മോഷണം നടത്തിയത്. പക്ഷേ ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ അതിശക്തമായ കാരണം കൊണ്ട് എൻ്റെ മുന്നിൽ ഒരു മോഷണം നടത്തി. ഇത്രയും കാലം ഞാൻ നടത്തിയ മോഷണങ്ങളെല്ലാം അവൻ്റെ മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നു. ഒരു കള്ളനെ മറ്റൊരു കള്ളൻ മാറ്റിയ കഥ, അല്ലെങ്കിൽ ഒരു കള്ളൻ്റെ അസ്തമയം.